അബ്ബാസൊക്കെ ഇറങ്ങി. എന്താണ് ആ വണ്ടിനെ ഓട്ടിക്കിതാ ഈ വണ്ടിനെ മെയിൻ ചെയ്യണ്ട. ഓ മെയിൻ ചെയ്യണ്ട. ഓനാരാ ഓന്റെ ബാക്ക് എന്ത് പ്രശ്നം വരാണ് ഞാൻ നേരിട്ടോ. 15 മണിക്കൂർ കൊണ്ട് 15 വ്യൂസ്. ഏത് മൂഡില്ലേ? ബ്രെയിൻ യൂസ് ചെയ്ത് കളിക്കണം. ഞാനൊക്കെ ബിഗ് ബോസ് പോകുവാണെങ്കിലോ കപ്പ് എടുത്തിട്ട് തന്നെ വരുള്ളൂ. ഹലോ ഗായ്സ്, വ്ലോഗിലേക്ക് സ്വാഗതം. ചങ്ങാരി കാണാൻ പോട്ടെ. 8 വ്യൂസിന്റെ 4 മണിക്കൂർ. എത്ര മണിക്കൂർ കൊണ്ട് കിട്ടിയത്? റോഡൊക്കെ റോഡ് ഏതാ കൊളേതാ അറിയാത്ത റോഡാണ് നമ്മളെ റോഡ്. അപ്പൊ ഗൈസ് ന്യൂ വ്ലോഗിലേക്ക് സ്വാഗതം. ഞങ്ങൾ എങ്ങോട്ടാ പോകണോ? എങ്ങോട്ടാ പോകണോ? തേങ്ങ കൊടുക്കാൻ പോവാണ്. 60 തേങ്ങക്ക് ഭയങ്കര റേറ്റ് ആണല്ലോ അല്ലെ ചക്കരെ? അല്ലെ തേങ്ങക്ക് എത്ര 68 റുപ്യ അല്ലേ റിനോ? ഒരു കിലോ തേങ്ങക്ക് പൊളിച്ച തേങ്ങക്ക് 70 സംതിങ്. കേരളത്തിൽ ഇത്രയും തെങ്ങുണ്ടായിട്ട് എങ്ങനെ കുത്തനെ വില കൂടി? പറയൂ പാച്ചി പറയൂ. നാണം കൊണ്ട് പാച്ചി. 10-7 ലക്ഷം ആൾക്കാർ കാണാണെങ്കിൽ പോട്ടെ. ഇതിപ്പോ നമ്മളിപ്പോ വയറ്റിലാവും നമ്മള് വയറില്. എന്താ അക്കർക്ക് വരാല്ലേ? നമ്മൾ എങ്ങോട്ടാ പോണേ ചക്കരെ? അപ്പൊ ഗൈസ് ഞങ്ങള് അവിടെ എത്തിയിട്ട് കാണാട്ടോ. ഓക്കെ എന്താ റോഡില്ലേ? കൊളം നമ്മളെ പ്ലേസ് എത്തിയിരിക്കുന്നു. ടിക്കട മുത്ത ബാക്ക് നോക്കിട്ടോ. പോവാ നമ്മളവിടെ എത്തി. തേങ്ങ പൊറുക്കണം. നമ്മളെത്തിയിരിക്കുന്നു. വണ്ടിയിൽ നിന്ന് ഇറങ്ങുന്നു. ചെരുപ്പിടുന്നു. ഇറങ്ങും. അവിടെ തേങ്ങ മാത്രല്ല കേട്ടോ, വാഴക്കൊലി ഉണ്ട്. വാഴക്കൊലി ഉണ്ട്, തേങ്ങ മാത്രമൊന്നല്ല. അവിടെ റിന്യൂ റിവേഴ്സ് എടുത്താ പിടിക്കണം. എന്നാ പിന്നെ സുഖല്ലേ? എന്താ അറിയോ, ഇതല്ല തോട്ടം, ഇതിന്റെ അപ്പുറത്താണ് തോട്ടം. നമ്മളെയും കൊണ്ട് പണിയെടുപ്പിച്ചാൽ മതി. പൊറാട്ട ഉണ്ടായാൽ മതി. വണ്ടിയാ കാണിച്ചാലോ. വണ്ടി എവിടെ കിടക്കണു? എത്ര നടക്കണം? ഇതെന്താ പട്ടിപ്പണിയോ? വണ്ടി കിടക്കണോക്കാ. ഇത് എന്നോ നൂറ്റാണ്ടത്തെ വണ്ടിയാണ്. വണ്ടി പോയാ സീറ്റ് പോയി. ഈ വണ്ടി വേണ്ടവർ ഇവനെ ബന്ധപ്പെടുക. ഗിവ് അവേ അല്ല. എത്ര രൂപ കൊടുക്കും? ഒറ്റ വില. ഇജ്ജ് പറ ആര് പറയണ പൈസ? അന്ന് ഞങ്ങള് കമന്റ് ചെയ്തോളൂ. ഈ 50 ആൾക്കാർ കാണൂല്ലേ? അത് 2 ആള് കമന്റ് ചെയ്താൽ മതി. 50 കാണൂല കേട്ടോ. ഞാനൊന്നാണെന്തായാലും ഇജ്ജ് കാണൂലേ? 3 ഇപ്പൊ 3ആയി. ഞാൻ 4, പിന്നെ 5 ആവശ്യം. 10-15 ആൾക്കാർ കാണും എന്തായാലും. ആ ഷുവറാണ് അല്ലേ? പിന്നെ 5 ക്ലിക്കാവട്ടെ അല്ലേ പാച്ചിയെ? ടിവിയിലാ കാണുക. ഞാൻ കണക്ട് ചെയ്ത് കൊടുക്കും, ഇത് കാണും. വീഡിയോ ഗ്രൂപ്പില് ഞാൻ രാവിലെ മുതലില്ലേ പട്ടികൾ. പെരിയിലാണെങ്കിലോ ഒന്നും ഉണ്ടാക്കിയിട്ടില്ല. രാവിലെ മണ്ണാർക്കാട്ടിക്ക് ഇറങ്ങിയ. പിന്നെ അതിന് ശേഷം ദബ്ബം പിടിച്ചു കോട്ടപ്പാടത്തേക്ക് പോകണം പറഞ്ഞിട്ട് ഇപ്പൊ ഇങ്ങോട്ട് പോകുന്നു. ഇനി ഇവിടേക്ക് എന്തിനാ പോകുന്നൊക്കെ വെച്ചിട്ടാ? തേങ്ങ ഉറുക്കാൻ കിട്ടിയാ മതി. റിന്യൂവിനടുത്ത് കിട്ടലുണ്ട് കേട്ടോ. മറ്റേ പെരി ചെന്ന് എന്തായാലും നമുക്ക് തരലുണ്ടോ? അതേമാതിരി നടന്നാ മതി.
ഷിബലൊക്കെ ഉണ്ടായോണ്ടേ ചിക്കൻ പീസ് കിട്ടൂല, ആണ് പ്രശ്നം. ചിക്കൻ കറി ആയാലും മതിയല്ലോ. കറി നിങ്ങൾ എടുത്തോളിയും, പീസ് എനിക്ക് ഏത് നമുക്ക് രണ്ടാ കൊടുക്കാം. പാച്ചി ഡേറ്റിലാണ്. തേങ്ങ പൊറുക്കണ അങ്ക നമുക്ക് കാണാം. ഓക്കെ, തേങ്ങ പിന്നിന്റെ തേങ്ങ പൊറുക്ക് പാച്ച് സഹായിക്കാൻ കൂടെ. എന്നിട്ട് 2 മിനിറ്റ് ഞാൻ സഹായിക്കും വെച്ച് വീടെടുത്താൽ മതി. ഏത് മൂട് ഞാൻ ആയിക്കോട്ടെ, ഞാൻ സഹായിക്കും. അടുത്ത തെങ്ങുന്ന എന്നാ പിടിച്ചാ സഹായിക്കട്ടെ. ചെമ്മാരിന്റെ പണിയാണ്. വാവ്, നടക്കണോ? ഇതോ ഒരു ട്രിപ്പ് ഞങ്ങള് പൂർത്തിയാക്കി. ഞാൻ മാത്രമാണ് എടുത്തിട്ടുള്ളൂ. മഴക്കാലം അയക്കാലേ കൊണ്ടോ കഴിഞ്ഞോ? തേങ്ങ കഴിഞ്ഞോ? മൊത്തം കഴിഞ്ഞോ? ഇനിണ്ട് എവിടേക്ക് ചാക്കെടുക്കേ നിക്കേ. ഓല് വരട്ടെ, ഓല് കൊണ്ടാക്കിട്ട് വരട്ടെ. ഇന്നെ എവിടെ എടുക്കാ? തേങ്ങ ഒരു ചാക്ക്, 2-3 ചാക്ക് ഇതാ വണ്ടിയിലുണ്ട് കേട്ടോ. ഭയങ്കര റേറ്റാണ്. 3 ചാക്ക് ഇതാ വണ്ടിയിലുണ്ട്. നായേ അതവിടെ തേങ്ങ വതാ പൊറുക്കണു. അടുത്ത ട്രിപ്പ് വരാണ്ട്. ഇതെന്തത്? എനിക്ക് 2 തേങ്ങയിലുണ്ട് കേട്ടോ. ഞാൻ ചോദിച്ചു അന്ന് കൊച്ചൊന്നും വേണ്ട, ഞാൻ വെറുതെ പറഞ്ഞാണ് മുത്തേ. ഞാൻ ഞങ്ങളെ തോട്ടം ഞങ്ങൾ അവിടെ പോയിട്ട് എടുത്തോ കേട്ടോ. ഇവിടെ മുക്കിൽ വെച്ചോ. ഒരു വരട്ടെ. ആ തലമുട്ടി ഇത് പൊക്കിക്കാ. നമുക്കിത് ഉള്ളിക്ക് വെക്കാം. വാ ഗൈസ്, അപ്പൊ തേങ്ങ പൊറുക്കലും കാര്യങ്ങളൊക്കെ കഴിഞ്ഞു. എന്താണ് എങ്ങനെ വണ്ടി തിരിച്ചോ? തേങ്ങ പൊറുക്കലും കാര്യങ്ങളും കഴിഞ്ഞു. നേരെ നമ്മള് പെരീക്ക് പോവാണ്. ചായ, ചൂടിലെ ചായ കിട്ടി. എന്താ ചായ എന്നല്ലേ പറഞ്ഞിട്ടുള്ളൂ നമ്മള്. ഇനിയിപ്പോ ഇത്ര കുറ്റം പറയാണ്ടോ? അമ്മ എന്താ പറയുക, എന്നെ കളിയാക്കാൻ കാരണം എന്താ പറയുക, ഇച്ച് വ്യൂസ് ഇല്ല, അതിനാണ് വലിയ കളിയാക്കണം. നേരെ മറിച്ച് ഒരു 100-100K ആൾക്കാർ കാണുകയാണെങ്കിൽ, 1,00,000 ആൾക്കാർ കാണുകയാണെങ്കിൽ, അല്ല ഒരു 10K ആൾക്കാർ കാണുകയാണെങ്കിൽ വലിയ എന്നെ കളിയാക്കൂല. ക്ലിക്കാവുന്ന ഉറപ്പില്ല. ചിലപ്പോ ഞാൻ 4 ദിവസം ഇങ്ങനെ ഇത് നിർത്തും. ക്ലിക്കായ എന്ത് താല്പര്യമില്ല. തൊപ്പി പറഞ്ഞാൽ ടാലന്റിന്റെ ആൾക്കാർ വേണമെന്ന് പറഞ്ഞാൽ ടാലന്റ് കൂടിക്കാണ്. ഒരു ടാലന്റ് നല്ല അടിപൊളിയായിട്ട് വേണം, ഓലെടുക്കും. അപ്പൊ ഇജ്ജ് പോയിക്കോ. പിന്നെയോ എനിക്ക് ഊക്കാൻ നല്ല ടാലന്റ് ആണ്. എനിക്ക് അങ്ങനത്തെ ആൾക്കാരെ വേണ്ടത്. ചായ കുടി കഴിഞ്ഞോ? പോണ നമുക്ക് ഞാൻ കയ്യിൽ പോകും. അപ്പൊ ഞാൻ ജാസിന്റെ പെണ്ണോന്നോ എന്തെങ്കിലുമൊക്കെ വന്നാല് ജാസിക്ക് ഒരു പ്രശ്നമാവും. ജാസി കാണുന്നുണ്ടെങ്കിൽ ജാസി കാണുന്നുണ്ടെങ്കിൽ ഇവൻ എന്നെ 9 വിളിച്ചു. കേസാവട്ടോ അറിയോ? അതും ചോദിച്ചട്ടെ ഇങ്ങോട്ട് വാ. വണ്ടി അതിന്റെ ഒച്ചപ്പാട് കേട്ടിട്ടാ വണ്ടി ഇപ്പോ. മിസ്റ്റർ അണ്ടർസ്റ്റാൻഡിങ്. ഇത് മഴ പെയ്തു.
ഇനി വേഗം വണ്ടി കയറുക, പെരിക്ക് പോവുക. എന്തായാലും സീറ്റ് ബെൽറ്റ് മസ്റ്റാ. ഒരു 5 മിനിറ്റ് ബാക്കിൽ ഇരിക്കും. അപ്പൊ കാക്കണ്ട് അവിടെ വരെ അതുവരെ നമ്മളെ പ്രായത്തിന് മൂത്ത ആളായതുകൊണ്ട് അല്ല ശരിയല്ലേ, പ്രായത്തിന് മൂത്ത ആളായതുകൊണ്ട് നമുക്ക് ബാക്കിൽ ഇരുന്ന് കൊടുക്കണ്ടേ. നല്ല മഴ മഴ കൊണ്ടു. ഏതുവരുണ്ട് അബ്ബാസാക്ക? ഏതുവരുണ്ട്? നല്ലൊരു മനസ്സിലാണ്. അബ്ബാസാക്ക ഇരുന്നുണ്ട്. വെള്ളമായിട്ടോ തേങ്ങ വ്യാപാരം മോനെ. ദിസ് ഈസ് ബിസിനസ്. ഇറങ്ങി എന്നാ ശരി. അബ്ബാസാക്ക് ഇറങ്ങി. എന്താണ് ആരായി റബ്ബർ തോട്ട ഞാൻ ബില്യനറാണ്. ഞാൻ കുറച്ച് പറയാണ്ട് നമുക്ക് പിന്നെ പറയാം. കുറച്ച് സബ്സ്ക്രൈബേഴ്സ് ആയിട്ട് വേണം കാര്യങ്ങളൊക്കെ ഒന്ന് പറയാന് അല്ലേ. അത് ശരിയല്ലേ അല്ലേ? 3 വ്ലോഗും ആകെ 5-6 വീഡിയോ എടുക്കണം. അതിലെ 4 വീഡിയോ ഒക്കെ കാറിലിരുന്നിട്ടാണ്. 4-5 വീഡിയോസ് ശരിയാണ്. ആ പോയിക്ക് പോണത് മാത്രമേ ഉള്ളൂ. ആ ബൈക്കുമ്പോ പോണത്. പിന്നെ നമ്മളെ കണ്ണിന് മറ്റേ സാധനം ഒഴിച്ചിട്ടുണ്ട്. കുറച്ച് സബ്സ്ക്രൈബേഴ്സ് ഒന്നും ആയെങ്കിലേ എല്ലാരും പരമാവധി ഷെയർ ചെയ്ത് കൊടുക്കാം. പറഞ്ഞിട്ട് വേണല്ലോ ഇപ്പൊ. നല്ല മഴ കേട്ടോ. റോഡ് കാണുന്നുണ്ടോ? കാണിച്ചു തരാൻ റോഡ് കാണൂല. കോടമഞ്ഞിൻ ഹോഹോ. നമുക്ക് ട്രിപ്പ് പോണം കേട്ടോ. ഇനിയോ വണ്ടി എടുക്കണോ? നമുക്ക് ഓടിക്കാൻ വയ്ക്കോ? കേക്കണോ? ഏസിട്ട് ഇവിടുത്തെ ഇത് പോവും. ഫിലിപ്പിന്റെ പറി പാച്ചിയെ നല്ല ബുദ്ധി ഉണ്ടാക്കരേ. ഇറങ്ങുമ്പോ ബ്രേക്ക് പിടിക്കുമ്പോ തേങ്ങ വന്നിട്ട് മണ്ടമ്മ തട്ടാട് നോക്കും. അത് ശരിയല്ലേ? വ്ളോഗിനായിട്ട് നീ കാർക്ക് ഒരു സ്റ്റാൻഡ് വാങ്ങിയാലോ? ആ വണ്ടിനെ ഓട്ടിക്കാ. ഈ വണ്ടിനെ ഇതിനെ പേടിച്ചു ഓട്ടിക്കാടാ. ഒരു ചെറിയ സ്ക്രാച്ച് റിനുവിന്റെ മമ്മി കാണാണെങ്കിൽ മാമന് ചൊട്ട് കിട്ടുന്നു. അത് നല്ല കിട്ടൽ കിട്ടും. ഞാൻ വരുത്താൻ കേട്ടോ. ലോഡാണ് ലോഡ്. ഞാൻ മോട്ടറാക്കി അതിന്റെ പേര് പോയി പറയും. ഞാൻ പറയും. ചിലപ്പോ ഓട്ടിയാ തന്നെ ഇജ്ജാ പറയും. ഇവരെന്ത് പറഞ്ഞിട്ടാ പേരിന്ന് വരിക? ഞാൻ ഓട്ടിന്ന് പറഞ്ഞിട്ട് ഇപ്പല്ല ആദ്യം എന്താ ചെയ്യാച്ചിട്ടാ? വസീം ഉണ്ട് പറയും. എന്നിട്ട് ഓൻ തന്നെ വണ്ടി ഓട്ടും. ഇതാണോ അവന്റെ ട്രിക്ക്. പക്ഷെ ഇപ്പൊ കുഴപ്പമില്ല കേട്ടോ. ഇപ്പൊ എനിക്ക് ലൈസൻസ് ആയി. ലേണിംഗ് ആണല്ലേ? രാജ്യത്തെ നാടാണിത്. ഇപ്പൊ ഞാൻ ഇവരെ നാട്ടിലാണ്. അതായത് എന്റെ ഉമ്മാന്റെ വീടിന്റെ അവിടെ. എനിക്ക് ഇവിടെ നിൽക്കണ്ട. എനിക്ക് പുഞ്ചക്കോട് മഴഞ്ഞു. പട്ടുകുളമ്പത്ത് ആരെങ്കിലും കാണുന്നുണ്ടെങ്കിൽ പട്ടുകുളമ്പ് അത്രക്ക് ഇഷ്ടമായിരുന്നു. ഇപ്പൊ ഇഷ്ടമല്ലാന്നല്ല. പുഞ്ചക്കോട് അടിപൊളിയാണ്. പുഞ്ചക്കോട് അടിപൊളിയാണ്. ഭീഷ്മ പേരൊക്കടാ. ഭീഷ്മ മോനെ. നാട്ടിക്കൊന്നും പോകണ്ട മുത്തേ. എങ്ങനെയാക്കരെ ആരും ഉണ്ടെക്കൊന്ന് പോയാലോ? അവിടെ ആരും ഉണ്ടോക്കാം. എന്തുകൂടി കേറിയാ മരുന്നതാ. ഈ റോട്ടിനോട് കേറി കഴിഞ്ഞാ എന്റെ നാടടാ. എന്റെ നാടടാ. എന്നാ ആയിക്കൂടി കയറി. ആയിക്കൂടി കയറി. നമുക്ക് അങ്ങനെ പോയിട്ട് അരിയിൽ കൂടി കയറാം. ആരെങ്കിലും ഉണ്ടോ നോക്കാവാ കൂട്ടിട്ടോ. നാടടാ. ഇല്ലാന്ന്. ഇങ്ങനെ പറയണേ.
ഇതെന്നെ പഴയ നാട്ടിലോട്ട് പോകട്ടോ. ബിരിയാണി കഴിക്കണോ? ടൈം ആവണുള്ളൂ, ഒരു സീനും ഇല്ല. ഫസ്റ്റ് ഗിയറിൽ എടുത്ത് കയറ്റിവിടറാ. മെല്ലെ പോവാ. ഞാനൊക്കെ മെല്ലെ തന്നെ വണ്ടിമ്മ പോവല്. ഓട്ടാൻ വയ്ക്കൂലേ? ചോട്ടാൻ വയ്ക്കൂല. പണ്ട് കണ്ണാപ്പി ബുള്ളറ്റുകൾ വന്ന് ചാമ്പിട്ട് മുത്ത നിങ്ങക്ക് കുളം വേണോ റോഡ് വേണോ? ഇവിടെയാണ് മറ്റേ ഞങ്ങള് നാട്ടിൽ ചങ്ങായി ബ്ലോഗ് ഇട്ടേ. ബ്ലോഗ് അല്ലേ, റീല്. ലബീബിന്റെ വാപ്പല്ലാണ് ലബീബിന്റെ വാപ്പല്ല പറ, ലബീബിന്റെ ആപ്പ. ലബീബിന്റെ ഇവിടെയാണ്. എവിടെ അറിയോ? ഞാൻ കാണിച്ചാലാ. ഇവിടെയാണ്, ഇവിടെ മനസ്സിലായോ? ഞാൻ എന്ത് പേര് പറഞ്ഞാലും ഞാൻ നോക്കിക്കോളാം. നോ ജടപെട് തന്നെ വേണ്ട. ആ ഞാൻ ഡീലാക്കിക്കോളാം. നമ്മള് വിചാരിച്ചു നമ്മക്കൊരു MRZ ഗ്യാങ് ഉണ്ടാക്കാം. MRZ പോലെ ഗ്യാങ് ഉണ്ടാക്കാം. അവിടെ ഈ ഗ്രൗണ്ട് അല്ല, എന്റെ ഗ്രൗണ്ട് ഞാൻ കാണിച്ചു തരാം. ഓൾഡ് പ്ലേസ് ആണ് കേട്ടോ. ലിയോൻ അറിയണം. ബസീം ലിയോ എന്നാണ് എന്റെ പേര്. എല്ലാരും അതൊന്നും അറിയപ്പെടുന്ന ഒരു പേരാവണം. അതാണ് ആഗ്രഹം. അപ്പൊ ഞാൻ കളിച്ചു വളർന്ന നാടെത്തി. ഇത് റൈറ്റ് ലെഫ്റ്റ്? ആ ലെഫ്റ്റ്. ഗൈസ് ഞാൻ കറക്റ്റ് പറഞ്ഞു. ലെഫ്റ്റ് തന്നെ അല്ലാതെ നായ ഞാൻ പറഞ്ഞു. ചോറ് മറ്റേ ഞാൻ പറയില്ല, വ്ളോഗ് മറ്റേ കിട്ടും കോപ്പിറൈറ്റ്. ഗ്രൗണ്ട് ഞാൻ കളിച്ചു വന്ന നാട്. ഇവിടെ എന്റെ ചെറുക്കന്മാരുണ്ട്. ഇവിടെ ഇതാണ് എന്റെ ഗ്രൗണ്ട്. ഇതാണ് എന്റെ ഗ്രൗണ്ട്. ഇതാണ് എന്റെ ഗ്രൗണ്ട്. ഞാൻ കളിച്ചു വളർന്ന ഗ്രൗണ്ട്. ഒന്ന് ഇറങ്ങട്ടെ, ഇറങ്ങിട്ട് നാട് ഗായ്സ്. മുത്തേ സാനിയോ ഇറങ്ങി ചെറുക്കന്മാരെ കാണട്ടെ. എന്താ പറയാ, ഞാൻ കളിച്ചു വളർന്ന നാട്. അവിടെ നായ ഇറങ്ങുന്നേ, വണ്ടിന്ന് ഇറങ്ങ. ആശുമ ഇങ്ങോട്ട് വന്നാ മുത്തേ, ഇട്ട് കരിക്കാം. മഴ പെയ്യണു. ആശുമ ഇങ്ങോട്ട് വന്നാ കരിക്കാം. ഇങ്ങോട്ട് കേറിച്ചേ. കൊടുത്തത്ര കിട്ടും. ആ സാധനം എടുക്കേ. എന്താ കളിച്ചാത്ത വാക്കിങ് തന്നിരിക്കണു. വീഡിയോസിലൊക്കെ കാണണ്ട. ഞാൻ റീലില്ല ജാഫ്രാഖിനെ സപ്പോർട്ട് ചെയ്യണേ. വരും ബ്ലോഗാട്ടെ പോയെ. ഇന്ന് 2 വാക്ക് എനിക്ക് വേണ്ടി പറഞ്ഞ. ഞാൻ ഈ നാട്ടിലല്ലാതായി പോയി. അല്ലെ തലക്ക് 2 തന്നീന്നു. പോയിക്കോ മുട്ടോ. പൈസ എന്ത് പൈസ? അജി പൊട്ടനാണ് പറഞ്ഞോ? ആ ഞാൻ എന്റെ അടുത്ത പൈസ വാങ്ങണ്ട്. അല്ല അതിലൊരു തേങ്ങ ഉണ്ട്. അവിടെ തലക്ക് എത്താണ്ട് വേഗം പോയി കറങ്ങണ കാറിന്റെ ബാക്കിൽ തൊട്ടിട്ട്. ആ അത് തന്നാണ് 500 റുപ്യ. ചലഞ്ച് ഇതാ അയച്ച് തൊട്ടേത് 500 റുപ്യ. ഗൈസ് നമ്മള് സഹായം ചെയ്യണ വീഡിയോയിൽ കാണിക്കാൻ പറ്റില്ല. അപ്പൊ നമ്മള് പൈസ കൊടുക്കാട്ടോ. ഇയാളല്ല നമ്മള് പൈസ കൊടുത്ത. നമ്മള് നേരെ പോയിക്കോ. വീഡിയോയില് കാണിക്കാൻ പറ്റില്ല. നമ്മള് അപ്പൊ പൈസ കൊടുത്താൽ വീഡിയോയില് കാണിക്കാൻ പറ്റില്ല. നമ്മള് എറിന് എത്ര രൂപ കൊടുത്തേ? 20 കൊടുത്തേ. നമ്മളെ കണ്ടില്ല മുത്തേ. അല്ല പറയടാ, നമ്മള് ഇങ്ങനെ കൊടുക്കണത് അല്ല കാണിക്കില്ല. പോലെ മുഖം പോലെ ഷേപ്പ്. അല്ല ഷേപ്പ് മീൻസ് അതായത് ആ അത്രേ ഉള്ളൂ. പറയാലോ സഹായങ്ങൾ ചെയ്യലുണ്ട് പറയാലോ. വ്ളോഗ് ഇടും മുത്തേ. വ്ളോഗ് ഇടും. ആരപ്പോ എനിക്ക് കാണും. എന്റെ പേര് 5 വ്യൂസ്, പാച്ചിന്റെ പേരിൽ 1 വ്യൂസ്, ഉമ്മന്റെ പേരിൽ 1 വ്യൂസ്. ഇപ്പം ചിലപ്പോ കാണും. ചക്കന്റെ പേരില് ഇപ്പൊ ഉമ്മ എന്തായാലും എന്നോട് ചോദിച്ചു, യൂട്യൂബ് ചാനൽ തുടങ്ങി ചോദിച്ചു. ചെറുതായിട്ട് പറഞ്ഞു ബിഗ് ബോസ് റിയാക്ഷൻ ചെയ്യണം. നേരെ പോട്ടെ, ബിഗ് ബോസ് റിയാക്ഷൻ ചെയ്യണം. ഏത് മൂഡ്? അനീഷ് മറ്റേ എന്താ പറയുന്നേ? അനീഷ് എന്താ പറയാ? റീല് കാണലുണ്ടോനെ? അനീഷ് ഡബ്ല്യു ആണ്. വെറുതെ ഒരു കാര്യം ഇല്ല ഇല്ല എന്ന് പറഞ്ഞ പോലെ അലാറം അടിച്ചണ മാതിരി അങ്ങനെ പറഞ്ഞോണ്ടിക്കോനി. അവിടെ ബ്രെയിൻ യൂസ് ചെയ്ത് കളിക്കണം. ഞാനൊക്കെ ബിഗ് ബോസ് പോകുവാണെങ്കിൽ ഉണ്ടല്ലോ കപ്പ് എടുത്തിട്ട് തന്നെ വരുള്ളൂ. ചായക്കപ്പല്ല ബിഗ് ബോസിലെ കപ്പ് ഞാൻ എടുത്തിട്ട് വരും. ഞാൻ പോയി കഴിഞ്ഞാൽ
മൈജിക്കൊന്നും അവസരം കിട്ടൂലടാ. ബിഗ് ബോസ് ഒന്നും തരില്ല. മൈജിയാണ് സ്പോൺസർ. ഷാജിക്കാനോട് പറയാം. മൈജിന്റെ ഓണർ ആരാ അറിയോ? ഷാജി, ഷാജിക്ക. നമ്മളവിടുത്തെ ഷാജി അല്ലാതെ സീറ്റ് വെച്ചിട്ടേ മെയിറോഡ് എത്തി ഗൈസ്. ഒക്കെ കട്ട് ചെയ്യാം. അപ്പൊ ഗൈസ് നമുക്ക് എന്ത് പറഞ്ഞിട്ട് അറിയോ? ഇവിടെ ചാലഞ്ച് എന്ന് പറഞ്ഞപ്പോ എന്താണ് ശരിക്കും പറയാനോ പറഞ്ഞേ. ശരിക്കും ചായ വെച്ചോ ഉണ്ട്. ഇനിയിപ്പോ 20 ശരി 15 പഞ്ചസാര കുറച്ചോ കുഴപ്പമില്ല. വിത്തോട്ട് കിട്ടിയാലും മതി. വിത്തോട്ട് ചായ പറഞ്ഞാലും മതി. എന്താ ചെയ്യാ? 15 മണിക്കൂർ കൊണ്ട് 15 വ്യൂസ്. ഏത് മൂഡില്ലേ? ആ 15 വ്യൂസ് എന്നുള്ളടത്ത് നമ്മളില്ലേ വൺ ഡേ ഞാൻ അതൊക്കെ നിർത്തി പണിക്ക് പോടാ മൈരാ. പണിക്ക് പോടാ. ഞാൻ പണിക്ക് യൂട്യൂബിൽ നിന്നിട്ട് കാര്യമല്ല. യൂട്യൂബിലൊന്നും ഇരുന്നിട്ട് ഒരു കാര്യമല്ല. അയ്യോ പോയി മറ്റേ ആ സീക്രറ്റ് ഏജന്റ് ഇല്ലേ, അല്ലെ ഓന്റെ മാരക്കാണ് ഈ ഇങ്ങനെ വണ്ടിയിൽ അങ്ങനെ ഫോൺ വെക്കും, എന്നിട്ട് നാട്ടുകാരെ കുറ്റം ഇങ്ങനെ ഇന്ന് പറയും. അതേ മാരി ആവണം നമ്മളും. കാരണം എന്താ, പുറത്ത് ബിസിനസ് ചെറുതായിട്ട് നാട്ടുകാരെ പറഞ്ഞ അടി കിട്ടും. മറ്റവരൊക്കെ പറഞ്ഞതിന് അവിടെ നിന്ന് ഇങ്ങോട്ട് വരണം. അങ്ങനെ ഒരു ഇതുണ്ട്. നമ്മളെന്ത് ചെയ്യും? സോഷ്യൽ മീഡിയ വഴി ഫൈറ്റ് ചെയ്തതിന് അത് അവിടെ കയറും. മനസ്സിലായോ? ഏജന്റിനെ വെച്ച് എന്തായാലും ഒന്ന് ഏറെ കയറ്റണം. സത്യം പറയാലോ, ഇച്ച് ഓനെ ഒരു ഇത് വലിയ താല്പര്യം. ചോൻ എന്ത് ചെയ്യാന്നറിയോ? ചോന്റെ വീഡിയോ റിയാക്ഷൻ ചെയ്യാം. മെയിൻ ചെയ്യണ്ട, ഓൻ മെയിൻ ചെയ്യണ്ട. ഓനാരാ അല്ലേ ആക്കരെ? ഓന്നെ എനിക്ക് ഞാൻ കട്ടാക്കിട്ട് ചിലപ്പോ യൂട്യൂബിൽ ഇട്ടോ. പക്ഷെ ഓനെന്താ കരുതി നമ്മള് ഓനെ വെച്ചിട്ട് നമ്മള് റീച്ച് ഉണ്ടാക്കുകയാണെന്നാണ്. ഒരിക്കലും അല്ല. നമ്മൾക്ക് ഓനെ വെച്ച് റീച്ച് ഉണ്ടാക്കേണ്ട ഒരു കാര്യമില്ല. എന്റെ ഫേവറേറ്റ് യൂട്യൂബർ ആരാ? എന്നാലും ഒരു ഫേവറേറ്റ് യൂട്യൂബർ പറയാം. വാച്ചിന്റെ ആരാ? അനാൻഷാൻ. എന്റെ ഫേവറേറ്റ് യൂട്യൂബർ ആദ്യം ഈ ബുഡ്ജറ്റ് ആയിരുന്നു. ഈ ബുഡ്ജറ്റ് ഇപ്പോഴൊക്കെ ഈ ബുഡ്ജറ്റ് നേരെ ഇഷ്ടമാണ്. പക്ഷെ പല വീഡിയോ ഇപ്പൊ ഞാൻ കാണലില്ല. ആദ്യം ഞാൻ 40 മിനിറ്റ് 50 മിനിറ്റ് ഒക്കെ ഓരോ വീഡിയോസ് ഉണ്ടാവും. അതൊക്കെ ഇരുന്ന് കാണും ഞാൻ. റിനുവിന്റെ ഫേവറേറ്റ് ആരാ? ഫിഷിംഗ് ഫ്രീക്സ്. എന്റെ ഫേവറേറ്റ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ തൊപ്പിയാ. MRZ തൊപ്പി. കാരണം എന്താ അറിയോ? എന്റെ ബുദ്ധിയാണ്. അല്ലടാ, അനാൻഷാനെ ഇഷ്ടാട്ടോ. അടിപൊളിയാണ്. പക്ക. നമുക്ക് തൊപ്പിനെ എനിക്ക് ഇഷ്ടപ്പെടാൻ കാരണം എന്താ പറയുക? പിന്നെ തൊപ്പി എല്ലാവർക്കും ഒരു സമാധാനം കൊടുക്കും. നമ്മൾ എത്ര ഡിപ്രഷൻ അടിച്ചിരിക്കുകയാണ്, എത്രയെന്നല്ല, ചെറിയ ഡിപ്രഷനും കാര്യങ്ങളൊക്കെ ഉണ്ടെങ്കിൽ നമ്മൾ എന്ത് ചെയ്യാം? തൊപ്പിന്റെ വീഡിയോസും കാര്യങ്ങളൊക്കെ ഉണ്ടെങ്കിൽ കാണാം. ഏത് ഇജ്ജ് പറഞ്ഞോ? വീഡിയോയില് പറഞ്ഞോ? തൊപ്പി അടിപൊളിയാണ്. അത്ര ഉള്ളൂ. എന്ത് കട്ട് ചെയ്യാണ് ഗൈസ്? കട്ട്. നമുക്ക് കെൻസക്ക് ഒരു പ്രൊമോഷൻ കൊടുക്കാം അല്ലെ? കെൻസ ഗോൾഡ് ഡയമണ്ട്സിലേക്ക് എല്ലാരും വരിക. പ്രൊമോഷൻ കൊടുത്തത് 10-15,000 ആൾക്കാർ. എന്നതൊക്കെ ഒന്ന് ക്ലിക്ക് വീഡിയോ കിട്ടിയില്ല. കറക്റ്റ് ടൈമിന് വീഡിയോ കട്ടാക്കി. വീഡിയോ കിട്ടിയില്ലടാ മുത്തേ. പ്രോ ഡ്രൈവർ ആയിക്കോണ്ടാ പട്ടിനെ ജീവൻ തിരിച്ചിട്ടേ. റംബൂട്ടാൻ വാങ്ങി തരോടാ. ആ റംബൂട്ടാനല്ല അല്ലേ? ആണ് റംബൂട്ടാൻ തന്നെ. എവിടുന്ന്? ആ മരത്ത് 10 ഉണ്ടാവും. ഗൈസ് ഇതാണ് കല്ലട ചെറിയ കുഞ്ഞിയും എന്താ ഈ മയത്ത് വായിച്ചാൻ കിട്ടണ മുത്തേ. പിന്നെ കുഞ്ഞി അഹമ്മദ് സാഹിബ് ഗേറ്റ് ഞാൻ ഇവിടെ പഠിക്കണ്ട. പക്ഷെ ഞാൻ അതിൽ അടിയത്തൊരു സ്കൂളുണ്ട്, ഞാൻ കാണിച്ചു തരാം. ഞാൻ എന്റെ വിദ്യാലയം കാണിച്ചു തരാം. വിദ്യാലയം ഇതാണ് എന്റെ വിദ്യാലയം. മേസാർ സെക്കൻഡറി സ്കൂൾ മണ്ണാർക്കാട്. ഞാൻ വരുമ്പോ ഈ ബിൽഡിംഗ് ഉണ്ടായിരുന്നില്ല. ഈ ബിൽഡിംഗ് ഞാൻ വരുമ്പോ ഉണ്ടായിരുന്നില്ല. കാരണം പണി നടക്കിയത്. ഫാദർ വന്നിരുന്നു ഇങ്ങോട്ട് ഇന്നല്ലേ? അതിന് മുമ്പ് അല്ലടാ, അവിടെ എന്തോ സീനുണ്ട്. ഇവിടെ കാര്യമായിട്ട് എന്തോ സീനുണ്ട്.
വേറെ ചാടി കൊണ്ടൂല്ലേ പാലത്തുമെന്ന്. എന്താ കാട്ട പ്രണയം നിരസിക്കുക ചാവുക. ഇങ്ങനെ ഈ പെണ്ണുങ്ങളെ വൈതെറ്റിക്കണ ഓരോ മൈരന്മാരാണ് നമ്മളെ നാട്ടില്. ഓലെയാണ് തല്ലണ്ടത്. ഓലെയാണ് തല്ലണ്ടത്. ഓരെ തച്ച് താത്തണം. നമ്മൾ ഈ ഇത് ബിൽഡൊക്കെ കൊടുത്ത് നമ്മളെ വീട്ടിൽ ഓരോ സ്ത്രീകളെ മീൻസ് പെങ്ങന്മാരെ വളർത്തുക. പുറത്തുനിന്ന് വന്ന് കുറച്ച് ആൾക്കാർ എടുത്ത് കൊണ്ടുപോവുക. നമ്മള് പുറത്തുനിന്ന് ഗുണ്ടകളെ ഏൽപ്പിക്കണം. അതിനൊന്നും ഒരു തെറ്റുമില്ല. തല്ലി താത്തണം ഇങ്ങനത്തെ പോലെ നീചന്മാരെ. മോട്ടിവേഷൻ റീനു അതെന്താണ്? മോട്ടിവേഷൻ ആണോ അതോ കുട്ടി ജയിച്ചു അതിന്റെ സങ്കടം അതുകൊണ്ട് എനിക്ക് 4 കൊല്ലത്തെ റിലേഷൻ. ഞാൻ എന്റെ അമ്മയോട് പറഞ്ഞു. 67 ഞാൻ അമ്മയോട് പറഞ്ഞു കാര്യത്തിലാണ്. 91 എന്റെ അമ്മ പറഞ്ഞു. എന്നിട്ട് എന്തായി ചോദിച്ചു. അപ്പൊ ഇപ്പൊ പിന്നെ തോണ്ടി. അപ്പൊ ഞാൻ ഒന്നും മുണ്ടിയില്ല. എന്നിട്ട് ഇപ്പൊ എനിക്ക് ഏതാണ് മൗലാന ഹോസ്പിറ്റലിൽ നിന്ന് ഒരു പെൺകുട്ടിനെ പറ്റി ക്രഷ് അടിച്ചു പറഞ്ഞു എന്നോട്. ഞാൻ പറഞ്ഞു ഞാൻ സാധിച്ചു. ഞാൻ ഏട്ടന്റെ സ്ഥാനത്ത് നിന്ന് നടക്കിയാന് കല്യാണം കഴിപ്പിച്ച് തരാ പറഞ്ഞു. പിന്നെ കയറ്റി ഗൈസ് നമ്മളെ അങ്ങാടി കേട്ടത് മണ്ണൂർക്കാട് അങ്ങാടി. ഇപ്പൊ ഞാൻ കാരണം ചിലപ്പോ ക്ലിക്കാവുണ്ടോ അപ്പളേ ഒരു വിഹിതം പരീക്ഷിച്ചിട്ടുണ്ടോ. ഈ വീഡിയോ ഒരു 500 വ്യൂസ് കയറുകയാണെങ്കിൽ എനിക്ക് മന്തിയാണ്. ഉറപ്പല്ലേ? ഷെയർ ചെയ്തിട്ടല്ല. ഷെയർ ചെയ്തതിന് വെച്ച് നേരെ സ്റ്റുഡിയോയിൽ എടുത്ത് വൈറ്റ് സ്റ്റുഡിയോയിൽ എടുത്ത് കഴിഞ്ഞാൽ വാട്സാപ്പിൽ എത്ര ഷെയർ പോയി എന്നൊക്കെ കാണാം. ആ കളി കളിക്കും. ഒരിക്കലും ഷെയർ ചെയ്ത വ്യൂസ് വെച്ച് വേണ്ട വേണ്ട. നമുക്ക് ഫുഡ് വേണ്ട. നമ്മളെ തേങ്ങ ഇതൊക്കെ എനിക്ക് എടുത്തു കൊടുത്തിട്ട് നമ്മളെ മറ്റേ ആശുപത്രി സൈന ഫുഡ് തേങ്ങ എടുത്ത് വിൽക്കൂട്ടോ. 5 കിലോ തേങ്ങ 5/22 എത്ര നോക്കാം? 5/22 700 പകുതി എത്ര? 350 ഉറുപ്പി. 350 ഉറുപ്പ്യ കിലോ മുതലുണ്ട്. അയക്കുണ്ടായില്ല. പക്ഷെ അതല്ല പറഞ്ഞു നമ്മക്ക് 5 കിലോ തേങ്ങ എടുത്തതിന് അതിന് ഉമ്മ അറിയൊന്നുമില്ല. ഉമ്മ എന്തേലും ഉണ്ടെങ്കിൽ പുറത്ത് തരിക. ഞാനാ പറയണേ. മന്തി വാങ്ങി തന്നു റീനിന്റെ അമ്മ. പിന്നെ അൽഫാം മന്തി വാങ്ങി തന്നു. എന്റെ പെണ്ണ നടക്കാൻ പറ്റില്ല. ഇജ്ജ് പറഞ്ഞ പോലെ പറഞ്ഞ നമ്മളെല്ലാരും പാട്ട് ഒരുമിച്ച് വീഡിയോ എടുത്ത് കഴിഞ്ഞാൽ ക്ലിക്കാവും. നമുക്കേ ഇവിടെ ഇങ്ങനെ ഫോൺ വെക്കാം. ഓരോരുത്തരെ ഇങ്ങനെ ഞാനൊരു കാര്യം പറയാണ് നിങ്ങളോട്, എല്ലാരോടും പറയാണ്. ഞാൻ വീഡിയോ ഇടും. എനിക്ക് അങ്ങനൊന്നുമില്ല. വീഡിയോ ക്രോപ്പിങ്ങും കട്ടിങ് ഒന്നുമില്ല. ഞാൻ ഇടും. അത്രയും വലിയ അശ്ലീല വീടുകൾ യൂസ് ചെയ്യുമ്പോ മാത്രമേ ഉള്ളൂ ഞാന് ഇടായിരിക്കുള്ളൂ. പക്ഷെ അങ്ങനെ നിങ്ങൾ യൂസ് ചെയ്യലില്ല. എനിക്കറിയാം. ഞാൻ ജസ്റ്റ് പറയത്തുള്ളൂ. അഥവാ അത്രയും അനാവശ്യം പോവാണെങ്കിൽ മാത്രം ഞാൻ എന്ത് ചെയ്യും. അത്രയും അനാവശ്യ വീട് നമ്മളെ തൊള്ളിന്ന് പോവാണെങ്കിൽ ഞാൻ കട്ട് ചെയ്യും. അങ്ങനെ വലിയ വരെ തൊള്ളിന്നൊന്നും ആരല്ലണ്ട് ആന തല്ലു ഇല്ലേ. ഇറക്കി തല്ലു നമ്മളെ 4 ആളി. നല്ല ബ്ലോക്കടാ. നല്ല ബ്ലോക്കാണ്. ഇനി ബ്ലോക്കാട് കഴിയട്ടെ. എന്നിട്ട് ബാക്കി വീഡിയോ എടുക്കാം. അത് നല്ലത്. ഗൈസ് ഞങ്ങൾക്ക് ഫുഡ് വാങ്ങി തരാ പറഞ്ഞു. ഫുഡ് വാങ്ങി തരാ പറഞ്ഞു. സൈന്ന് വെറും ചായ അല്ലേ. ചായ ഞങ്ങള് കുടിച്ചു. എന്താ വേണ്ട ഷവർമ്മ മന്തി സെയിലില്ലടാ. അതിനെ പറഞ്ഞ ഞാന് ഷവായിയോ അത് ഷവായിയും കുബൂസോ സ്വന്തം വേണ്ട. ഓരോ ഇഷ്ടല്ല. നിനക്ക് നമുക്ക് വേറെ ആർക്കെങ്കിലും പ്രൊമോഷൻ ചെയ്ത് കൊടുക്കാം. നിൽക്കട്ടോ. ആർക്ക് പ്രൊമോഷൻ ചെയ്ത് കൊടുക്കാം? നിനക്ക് 1 മിനിറ്റ് കാര്യം നമ്മള് ഒരു ചെയ്യാം. മലബാർ ഗോൾഡ് ടൈമിൽ ഞാൻ ഫുള്ള് സ്വർണ്ണ കടക്കാർക്ക് പ്രൊമോഷൻ ചെയ്യാൻ താല്പര്യം. മനസ്സിലായോ? നിങ്ങളെല്ലാരും ഇല്ലേ മലബാർ ഗോൾഡൻ ഡയമണ്ട്സിൽ വന്നിട്ട് കെൻസിക്ക് ഞാനും പോണ്ട. അല്ല പൊയ്ക്കോളി. ഇനിയിപ്പോ കെൻസക്കാരൊന്നും തല്ലിയാലോ. മലബാർ ഗോൾഡൻ ഡയമണ്ട്സ് എല്ലാരും വരിക. പകുതിന്റെ സബ്സ്ക്രൈബേഴ്സ് പകുതി ഇങ്ങോട്ടും വരിക.
പകുതി കവിതയ്ക്ക് പോയിക്കോളി. കവിത ഉണ്ട് ഇവിടെ. ആകല്ലത് 10-20 ആൾക്കാരാ. അതിന്നിപ്പോ ഇനിയിപ്പോ ആരും ഞങ്ങൾ 10 ആൾ പോയിങ്ങനെ എത്ര പ്രോഫിറ്റ് ഇത് പറ. അല്ല 10 ആള് അതാ ഞാൻ സ്വർണ്ണക്കട പിടിച്ചത് മനസ്സിലായില്ലേ. അവിടെ ഇരിക്കണേ. പിന്നെല്ലതാരാ ഷെബിന് അവിടുത്തെ ചായ കുടിച്ചാൽ പോകുമ്പോണെങ്കിൽ ആ ചായക്ക് പൈസ. പാച്ചിന്റെ കല്യാണത്തിന് പാച്ചി മാറു വാങ്ങാൻ പോവും. ഏത് ചക്കനും പോവും. ഒരു 5 ഭാഗം 5 ഭാഗം ഞാനടക്കം. എന്താ ചങ്ങായി 5 ഭാഗം കൊടുക്കണം. കാര്യം കണ്ട കണ്ടോ ഒരു പവന് 72. അതൊന്നും 80 ആയിട്ടില്ല. ഓണത്തിന് തന്നിട്ടില്ല. ഞാൻ കണ്ടു ഇവിടെ 23-ാമത്തെ വയസ്സില് ചെട്ടിക്ക കൂടി 2 പവന്റെ ചർച്ച ചെയ്യണ്ടില്ല അല്ലേ. മാച്ച് എന്നാ പെണ്ണിട്ടാ കഴിച്ചത്. പാച്ചി കൊറേ പെണ്ണുങ്ങളെ ഞാൻ പാച്ചിനെ വിറ്റ് പറഞ്ഞു നിങ്ങക്ക്. കാണുന്നുണ്ടെങ്കില് കോട്ടപ്പാടത്ത് നമ്മള് വന്നു. പാച്ചി എന്ത് ചെയ്യും? ഓ നജാത്തിനെ പഠിച്ചത്. ഓ ഇവിടെ നജാത്തൊന്നും എനിക്ക് വേണ്ട. ഓ മണ്ടും കോട്ടപ്പാടത്തേക്ക്. എന്നിട്ട് അത് 4000 ഫോളോ ലിസ്റ്റ് സ്കൂളില്ലേ, സ്കൂളിലെ പേജ് ഉണ്ടാവും. അതിന് 4000 ഫോളോവേഴ്സ് ഉണ്ടാവും ആ പേജിന്. അതിന് തപ്പി പിടിച്ചിട്ട് ഒരു പെണ്ണിനെ എടുക്കുവേ. എന്നിട്ട് ഫോളോ ചെയ്യും. കാട്ടിയാണെന്നല്ല ഓൻ സീരിയസ് ആയിട്ടോ. അല്ല അവൻ വെറുതെ അല്ല. ആ പെണ്ണ് ഈ വീഡിയോ കാണുന്നുണ്ടെങ്കിൽ ആ പെണ്ണിന്റെ പേരെന്താ? പെണ്ണിന്റെ പേരൊന്നും പറയണ്ട. ഓളെ വാപ്പന്റെ പേരേക്ക് വന്നാലേ പിന്നെ പറ്റിട്ട് വന്നാലേ പാച്ചിയെ ഒരു ഫോർമാറ്റിക്ക് അൻഷിതാന്നാണ് പറയാ. അൻഷിത കോട്ടപ്പാടത്ത് പഠിച്ചത്. വെറുതെ ഫോർമാറ്റിക്ക് പറയാട്ടോ. പേരാതൊന്നല്ല നമ്മള് വെറുതെ പറയാണ്. ഇനി പഞ്ചത കാണുകയാണെങ്കിൽ പാച്ചിനെ ലൈക്ക് ആവുകയാണെങ്കിൽ ഇഷ്ടപ്പെട്ട മെസ്സേജ് മെസ്സേജ് എനിക്ക് മെസ്സേജ് അയക്കുക. ബസ്സിലോ ഇൻസ്റ്റ ഐ ഡി എന്ത് പ്രശ്നം വരാണെങ്കിൽ ഞാൻ നേരിട്ടോ നോക്കാം. ബ്ലോക്ക് ആക്കി എന്താ മാത്രം റോഡ് എടുക്കെ വണ്ടി എടുക്കറിഞ്ഞോ. വണ്ടി എടുക്ക ബാക്കിൽ എടുക്കേ. ഇത് നോക്കി നോക്കാം. എന്തൊരവസ്ഥയാണ്. ഞാൻ ചിലപ്പോ ഇറങ്ങും. ഇതല്ല ഞാൻ ആലോചിച്ചു. ഗ്ലാസ് ആയിട്ടാണ് ഗ്ലാസ് ആയിട്ടിക്കാം. 2 പറയാണ്ട് അല്ല ഈ ബസ്സാരെ പൂതി എന്താ ഇനിയോ? നമ്മളെന്താ ഇൻഷുറൻസ് ടാക്സ് ഒന്നും കൊടുക്കണില്ലേ? ഇല്ലേ? എന്താ പോയ പോക്കോ കാണി. ഒരാരാ ആൾക്കാർ പോയി തരേ. അല്ല ഇത് ഇവിടുത്തെ ഇവിടെ കാണിച്ച ഇമാരി ബ്ലോക്കാണ്. ഈ പെരും ബ്ലോക്കില് എന്താ വിനിയോ ഉണ്ടായത്? ഗേറ്റ് പോയിക്കത്. ഈ ഓപ്പോസിറ്റ് തവേലൊക്കെ വരുന്ന റോഡ് കൂടി ഓനാണ് കയറ്റിക്കണു. ഓനെ വലിയ ആന വണ്ടി. അല്ല ഇന്ന് അവർക്ക് ബൈപ്പാസ് റോഡ് കൂടെ പോയിക്കൂടെ? ആന്ന് എന്ത് പറയുന്നില്ലേ? എന്താണ് കാരണം വേണ്ട സീരിയസ് ആയിട്ട് പറ. ബസ്സില് പോണതൊക്കെ സൂക്ഷിച്ചു പോവുക. കാരണം നിങ്ങൾ ചിലപ്പോ 2 അറ്റം മുട്ടിച്ചാൻ പോവാ കാരണം ഞങ്ങൾ 4 അറ്റം മുട്ടിച്ചാൻ പോവാ കാരണം എത്ര അറ്റം മുട്ടിച്ചാൻ പോവാണെങ്കിലും എല്ലാവർക്കും അവനവന്റെ ജീവൻ വലുതാണ്. അപ്പൊ അതിനനുസരിച്ച് പോവാ. അല്ല ഇത് ഇങ്ങാട് പായ ഇതിപ്പോ ഒരു റോഡ് കടം വാങ്ങിയ മാതിരിയാണ്. അപ്പൊ സൂക്ഷിച്ചു പോവാ. എങ്ങനെ ഇനി മതി. ഇനി വീഡിയോ കട്ട് ചെയ്യാം. എന്ത് കൊറേ നേരം കട്ട് ചെയ്യാ പറയുന്നത് മതി. എത്ര വലിയ വീഡിയോ ആയിട്ടപ്പോ അത് കുഴപ്പമില്ല. ഞാൻ ഇതുവരെ 15 മിനിറ്റിന്റെ മുകളിൽ വീഡിയോ ഇട്ടിട്ടില്ല. ഇപ്രാവശ്യം 15 മിനിറ്റ് അങ്ങനെ കഴിയട്ടെ. നമ്മള് സൈക്ക് മണ്ണാർക്കാട് സേയ ബേക്കറിക്ക് എത്തിയിട്ട് നമുക്ക് കാണാം. ഓക്കെ. അടുത്ത സാധനം നമ്മളെ റീനിന്റെ പീടിക്ക് വാങ്ങി ലൈസ്. ഇത് ഞങ്ങൾക്ക് വാങ്ങിയതാണ്. ഇതിപ്പോ ഇവരൊക്കെ എടുത്ത് തിന്നും തോന്നുന്നു കേട്ടോ. കുടിച്ചാൽ നിൽക്കാത്ത അടിയാവും. ഇവിടെ ഇന്ന് സീറ്റ് വെച്ചിടണോ? ഇനിയിപ്പോ എത്തിയില്ലേ? അപ്പൊ ഞങ്ങൾക്ക് റീനു ഫുഡ് വാങ്ങി തരാണ്.
ഇച്ചെവിടെ നിൽക്കാം പൈസ എന്റെ നായി വാങ്ങി ഞാൻ കരുതിയപ്പോ ഫുഡ് കണക്കറിയില്ല പിന്നെ ഞാൻ പുറത്ത് പോയി ചതിച്ചുലേ. നേരെ പരിക്കണേ ഇത് കേറ്റി നടക്കണ്ടേ ഞാൻ കരുതി ഇപ്പൊ സെയ് കൊണ്ടുപോകുന്നു. ഞാൻ സീരിയസ് ആയിട്ട് വ്ളോഗില് പറയണേ ഇപ്പൊ സെയ് കൊണ്ടുപോകുന്നു. ഷെറിങ് ഞങ്ങൾ എന്നാ അവന്റെ പെരിയുടെ ചോറുണ്ടാവും. പിന്നെ അല്ല അരി കൂട്ടിയിട്ടിക്കണോ? ഇല്ല പോലെ പറഞ്ഞപ്പോ അവിടെ ചെന്നിട്ട് വസീമ പെരി കഴിക്കോ ഇട്ടോന്ന് പറയാം. അങ്ങനെ പറയില്ല, ഞാൻ ഒരിക്കലും പറയില്ല. അവ സേല കൈസിഞ്ഞറിനുവിന്റെ വീട്ടിലോട്ടാണ്. അല്ല പെരിയില് ചോറില്ലേ പറയട്ടെ റിനോ? ചോറൊന്നുമില്ല ഇല്ലല്ലോ. എന്തല്ല പിന്നെ സത്യം പറഞ്ഞാൽ രാവിലെ 7 മണിക്ക് നീച്ചിട്ടേ ഒരു സ്ഥലം വരെ അല്ല ഞാൻ നിന്നിട്ടില്ല. വെള്ളം കാണിച്ചു തരാൻ പറ്റില്ല. സത്യമാണ്, വെള്ളം കാണിച്ചെന്ന് മനസ്സിലായില്ല. അങ്ങനെ ഒന്നാമത് ഞാൻ തടിയില്ല. ഇപ്പൊ പറ്റിച്ചുടാ. ഞാൻ എന്തൊക്കെ എത്തിന്ന് വെച്ചിട്ട് അപ്പൊ നമ്മക്ക് ഷൈ കൊണ്ടുപോയിട്ട് ഒരു ചായ ഒരു പപ്സ് വാങ്ങി തരുന്ന എത്തിച്ച് ഇതിന് പൈസ ഉണ്ടാവട്ടെ. ഒരുപാട് ഞങ്ങൾ സമ്പാദിച്ചിട്ടുണ്ട്, പക്ഷെ ഒന്നും അവിടെ വെക്കാറില്ല. ഒക്കെ ബാങ്കിലല്ലേ. 10 ലക്ഷം റുപ്യ വരെ ബാങ്ക് ബാലൻസ് ഉണ്ട്. പിന്നെ ഒരായിട്ട് തോട്ടം ബാക്കില് കിടക്കണ സാധനൊക്കെ എന്താന്ന് വെച്ചിട്ടാ സ്വർണ്ണവിലാണ്. സ്വർണ്ണത്തിന് 72,000 റുപ്യ ആണെങ്കിൽ തേങ്ങക്ക് ഒന്നിനാണ് 72 റുപ്യ. അല്ല 1 കിലോത്തിനാണ് 72 റുപ്യ. ഇങ്ങനെ ഒരു ചതി ഞാൻ പ്രതീക്ഷിച്ചടാ. പെരികത്തിന് തരുമോ? വെള്ളം കളിക്കാനൊന്നും പറ്റൂല. നമുക്ക് ഇമ്മാട്ട് പറയാ ബസീമിന് ചോറ് എടുത്തേക്കാൻ പറയാ. പെരിക്ക് മനോട് നമുക്ക് കേക്കാം. ഹലോ അവിടെ എന്താ തന്നാലേ? ഈ ചെറുക്കന്മാർക്ക് പൈസ എന്തെങ്കിലും വാങ്ങിക്കൊടുക്കാനേ. ഗൂഗിൾ പേക്ക് 100 അയക്കാനേ. ഇനി വരുമ്പോളേ 5 തേങ്ങ വിറ്റിക്കുക കല്യാണക്കാക്കുന്നേ. പിന്നെ വെള്ളം കളിക്കേക്കല്ലെങ്കിൽ അല്ലെങ്കിൽ എന്ത് ഞങ്ങൾക്ക് ഒന്നും വേണ്ട. 350 ഉറുപ്പിക കിട്ടിക്കണോ? എനിക്ക് 350 കലക്കണ്ട. ഞാൻ 350 ഒക്കെ വാങ്ങി കൊടുത്തു. പിന്നെ വെള്ളം കലക്കേ വേഗം കലക്കേ. എന്നാലും ഇവിടുന്ന് വണ്ടി വന്നിട്ട് ഓർഡർ ഇറങ്ങാം. അപ്പൊ അതിനെ പൈസ അല്ലേ? 100 ഇട്ടാട്ട് 2-3 പൊറാട്ടയും ചായയും കുടിച്ചട്ടെ. ട്രാക്ക് മാറ്റി റിനിന്റെ അമ്മ 100 റുപ്പീസ് അയച്ചു തന്നു. വന്നില്ലേ? വന്നിട്ടില്ലേ? എന്താ വരും സാധനം വരും, പൈസ വരും. 10,000 പൊറാട്ട ഉണ്ടാവും. അപ്പൊ നമ്മള് നേരെ 10,000 എടുക്കാണ്. ചാർജില്ല അവിടെ ഫോണ്. 10% ഉള്ളൂ. ഇതാണ് ഗൈസ് 10,000. 2 4 8 പൊറാട്ട. 8 പൊറാട്ടക്ക് എത്ര? 8 പൊറാട്ടക്ക് 100 ഒക്കെ ആവുള്ളൂ. 15 ഇത്രയെങ്കിലും ഫുഡ് കഴിക്കാൻ പോവാണ്. 10,000 എന്താണ് 10,000 ചെടിക്ക് വെള്ളം പറഞ്ഞോ? അവിടെ 4 പ്ലാസ്റ്റിക് അല്ലേ? പ്ലാസ്റ്റിക് അറിയാം. ഇതാണ് നമ്മളെ 10,000 ഒരു ഓലപ്പുരയാണ്. അതാണ് ഇവരെ വെറൈറ്റി. അതാണ് എനിക്ക് കൊടുത്ത പൊറോട്ട ഭയങ്കര ഇഷ്ടമാണ്. പാച്ചിക്കോ ഭയങ്കര ഇഷ്ടം. 15 റുപ്യ കൊടുത്താലും എന്താണ് കിടിലം സാധനമാണ്. ഇതിന്റെ ഇങ്ങോട്ട് ഇങ്ങോട്ട് ആയിക്കോട്ടെ. പാച്ചിയെ ഇജ്ജ് പൈസ കൊടുക്കാട്ടോ. നോക്കില്ല അടിപൊളി റൈസ്. അപ്പോ ഞാൻ ഫുഡ് കഴിക്കാം. ഫോണിൽ ചാർജില്ല, 9% ഉള്ളൂ, 9% ഉള്ളൂ. അപ്പോൾ
ഫുഡ് കഴിക്കാൻ വീട്ടിൽ പോവാ. അത് കഴിഞ്ഞ് നമ്മളെ വീഡിയോ നമ്മൾ വൈൻഡപ്പ് ചെയ്യാം. ഇതെല്ലാവർക്കും ഷെയർ ചെയ്ത് സത്യം പറയാം. ഇനിയിപ്പോൾ 5 വ്യൂസ് ആയാലും ഞാൻ എനിക്ക് കുഴപ്പമില്ല. എനിക്ക് ഷെയർ ചെയ്തിട്ടില്ല വ്യൂസ് വേണ്ട, മനസ്സിലായോ? ഷെയർ ചെയ്തിട്ടില്ല വ്യൂസും വേണ്ട, സബ്സ്ക്രൈബേഴ്സ് വെച്ച് വേണ്ട. നമ്മൾ റാൻഡായിട്ട് കാണില്ല. ഒരു സപ്പോർട്ട് ചെയ്താൽ എപ്പോഴും കൂടെ ഉണ്ടാവും. അപ്പൊ നമുക്ക് പിന്നെ ഫുഡ് ബ്ലോഗ് ഒക്കെ ചെയ്യാലോ നമുക്ക്. അപ്പൊ പൈസ കൊടുക്കണ്ട. ഫിറോസിക്ക മറ്റേ എന്റെ ഫോണെടു. എൻ്റെ ഫോൺ എൻ്റെ അടുത്തല്ല, എന്റെ ഫോണെടു. വാച്ചിൻ്റെ അടുത്താണ്. എന്താണ് ഫിറോസിക്ക? അപ്പോൾ പൊറാട്ട, കാലി പൊറാട്ടയും അല്ല കാലിക്കറിയും പൊറാട്ടയും. നാട്ടിൽ മെയിൻ ഇതാ വാച്ചിയെ വീഡിയോ എത്ര കേട്ടോ ഗൈസ്. വീഡിയോ വൈൻഡപ്പ് ചെയ്യാം. അങ്ങനല്ല, വീഡിയോ വൈൻഡപ്പ് ചെയ്ത റിനോ പറഞ്ഞ കട്ട്. ലൈക്ക് ഷെയർ സബ്സ്ക്രൈബ്. ലൈക്ക് പറയേ, ലൈക്ക് ജോ കമന്റ് ഷെയർ. അപ്പോൾ ഓക്കെ, ഷെയർ ചെയ്യണ്ട. നമ്മളെ കുഞ്ഞു വീഡിയോ ഇവിടെ അവസാനിപ്പിക്കുകയാണ് ഗൈസ്. അപ്പോൾ പൊറാട്ടയും ഫുഡ് എത്തി. അപ്പോൾ ഗൈസ് നമ്മൾ ഫോണിൽ ചാർജില്ല, നമുക്ക് പീസില്ല. 5% ഉള്ളു ഫോണിൽ. അപ്പോൾ ഗൈസ് അടുത്ത വീഡിയോയിൽ കാണാം. ബൈ.